പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം, ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് ഭരതീകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവിനെ നയിക്കുവാവേ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. അറിവിന്റെ വരത്തെ കുറിച്ചാണ് നമുക്ക് ഈശോ പറഞ്ഞില്ലേ, അറിവിന്റെ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും. യോഹന്നാൻ 16:14 വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അതായത് നമ്മുടെ ജീവിതത്തിനൊരു ആവശ്യമാണത്. നമുക്ക് എന്താ സംഭവിക്കാൻ പോണത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ആത്മാവിൽ നയിക്കുന്ന നിരന്തരം കർത്താവ് പ്രേരണ, അറിവ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് അറിയണമെങ്കിലേ പരിശുദ്ധാത്മാവിനെ ഈ ദിവസങ്ങളെല്ലാം ഞാൻ നിങ്ങളുടെ പരിശുദ്ധത്തെക്കുറിച്ചല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിറയുന്നതോടുകൂടി അറിവിൻ്റെ വരം നമുക്ക് ലഭിക്കും. അത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അപ്പം നമുക്ക് സൂചനകൾ നൽകും. ഇപ്പം ഞാൻ അച്ഛനായപ്പോൾ തന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് മാറിയല്ല. അതെന്തുകൊണ്ടാണ്? ഞാൻ ഇടവക വികാരിയാണെങ്കിലും ഒരു മിഷണറി ആകാനാണ് കർത്താവിനെ വിളിച്ചിരിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. അതാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ. അന്ന് ഭയങ്കര പുരുകയാണ്. ഞാൻ ആരും ഇത് ഉടുപ്പിടത്തില്ലല്ല. ഞാൻ ഇട്ടിട്ട് ഇന്നുവരെ മാറ്റിയിട്ടില്ല. കാരണം ഇന്ന് ഞാൻ മിഷണറിയായിട്ട് തന്നെ ഇടവകയെ ജോലിയും
ശുശ്രൂഷയും മിഷണറി ഒരുമിച്ച് പോകാൻ പറ്റുമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത് പക്ഷേ കർത്താവ് എന്നെ കാണിച്ചു തന്നു ഇനിയുള്ള. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഭയങ്കര കളിയാക്കും ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു. പിന്നെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ അത് അത്ര അയാളോട് പറഞ്ഞൊരു കാര്യമില്ല എന്നുള്ള രീതി. പക്ഷേ എൻ്റെ ബോധ്യമായിരുന്നു ഇത് കർത്താവിന് അറിയാത്ത അറിയിക്കുകയാണ്, അറിഞ്ഞവരെ ആഴപ്പെടുത്തുകയാണ്. എൻ്റെ സുവിശേഷ വേലയുടെ പ്രേക്ഷിത വേല കൂടി ഇതിൻ്റെ ഭാഗമാണെന്നുള്ളത് കർത്താവ് പറഞ്ഞത്. അതാണ് അറിവിൻ്റെ വരവെന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ വിവേചിച്ചറിയുന്നു കാര്യങ്ങളുടെ നന്മ തിന്മകളെ. എന്തിനു വേണ്ടിയാണ്, ഇപ്പം നമ്മൾ പറയത്തില്ലേ എന്തിനു വേണ്ടിയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഓരോ വിഷയം എന്തിനു വേണ്ടിയാണ് എന്താണെന്നുള്ള ഒരറിവുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളൊരു ജ്ഞാനമുണ്ട്. അപ്പോൾ നമുക്ക് ജ്ഞാനത്തെക്കുറിച്ച് നാളെ സംസാരിക്കാം. അപ്പോൾ അറിവ് എപ്പോഴും നമുക്ക് വേണം. കാര്യം ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ. ഇപ്പം നിങ്ങൾക്കൊരു കല്യാണം തന്നെയാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ പറമ്പ് മേടിക്കാൻ പോവുകയാണ്, ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് നമുക്ക് അറിവ് തരും അതിൻ്റെ ആവശ്യമില്ലെന്ന്. അല്ലെങ്കിൽ നമുക്ക് അറിവില്ലെങ്കിലും നമ്മൾ അവിടുന്ന് മാറ്റും, ആ പ്രോജക്റ്റിൽ നിന്ന് മാറ്റും. കാര്യം വലിയ വിപത്താണ് വരാൻ പോകണമെന്നുണ്ടെങ്കിലും. അപ്പോൾ ഈ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ദൈവമായിട്ട് കണക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പാടായിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒരു പേജ് എടുത്ത് വായിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ഒരു സഹിക്കാൻ പറ്റാത്തൊരു ന്യൂസ് കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷിക്കാതെ ഒരു പ്രശ്നം വന്ന്, ഇല്ല ഒരു ഫോൺ കോൾ വന്ന്, ആദ്യം ഒരു പേജ് ബൈബിൾ എടുത്ത് വായിക്കുക, ഒരു അധ്യായം വായിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് വായിക്കേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും പേജ് എടുക്കരുത്. നമ്മൾ എപ്പോഴും ഒരു തുടക്കം കുറിച്ച് വയ്ക്കുക. മത്തായി മുതൽ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് എവിടെ വെച്ച് തീർക്കണോ അവിടെ ഒരു മാർക്ക് ചെയ്യുക. ഇതുപോലെ ഒരു എന്തെങ്കിലും മാർക്ക് ചെയ്ത് വയ്ക്കുക. ആവശ്യം വരുമ്പോഴൊക്കെ അതിൽ തന്നെ ഒരു പേനയും വയ്ക്കുക, പേനയോ പെൻസിലോ. എന്നിട്ട് അവിടെ മാർക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത പ്രാവശ്യം ഒരു ആവശ്യം വരുമ്പോൾ അത് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഒരു തീരുമാനം എടുക്കുക. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും സംശയം വരും, ഇത് ദൈവഹിതമാണോ ഇല്ല, ഇത് ഞാൻ എടുക്കുന്ന തീരുമാനം കറക്റ്റാണോ തെറ്റാണോ. ബൈബിൾ എടുത്ത് വെച്ച് വായിക്കുക, വഴികാട്ടിയ ബൈബിള്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ബൈബിൾ എടുത്ത് വെച്ച് വായിച്ചിട്ട് ദൈവവചനം വായിക്കുക. എന്താണെന്നാൽ നമ്മളെ സൃഷ്ടിച്ചതെല്ലാം വചനം വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്കുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്കൊരു റിപ്പയർ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെ സൃഷ്ടിച്ചത് എന്താണ്? വചനമാണ്. വചനം കൊണ്ട് തന്നെ നമ്മളെ റിപ്പയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വചനം നമുക്ക് പ്രയോജനപ്പെട്ടില്ല. അതിൻ്റെ കാരണം അതിൽ വിശ്വസിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ വചനത്തിലുള്ളതെല്ലാം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലുണ്ട്. സമ്പത്തുണ്ട്, നിൻ്റെ കടബാധ്യത തീരാൻ, നിനക്ക് ഭവനം അതിൽ കിട്ടും, നിൻ്റെ പേടി മാറും, രോഗം മാറും. ഇതെല്ലാം വചനത്തിലുണ്ട്. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം അതിൻ്റെ. അതൊക്കെ ഉണ്ട്. പക്ഷേ അത് നിൻ്റെ ചില സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ചുപോയി, ആരുമില്ല, ഒറ്റപ്പാണ്, തനിച്ചാണ്. അപ്പോൾ യെശയ്യ 54:5 എടുത്ത് വായിക്കുക. കർത്താവാണ് നിൻ്റെ ഭർത്താവ്. പ്രൈസ് ദി ലോർഡ്. നീ അത് വായിച്ചു നോക്ക്. അതുപോലെ ആശ്വാസമായിരിക്കും നിനക്ക്. പിന്നെ മനസ്സിലാകും, ഞാൻ ഉറപ്പ് തരാം, ദൈവം കൈപിടിച്ച് നടക്കുന്ന അനുഭവം നിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടാകും. അതിൽ ഒരു സംശയം വേണ്ട. ചിലവർക്ക് പേടി, രാത്രിയാകുമ്പോഴത്തേക്കും പേടിയാ, പല കാര്യത്തിൽ പേടി. മക്കൾക്ക് ചെറിയൊരു ചുമ വന്നാൽ മതി, പേടിയാ, എല്ലാ കാര്യത്തിലും പേടിയാ. അവർ പുറത്തേക്ക് സൈക്കിൾ എടുത്തോ ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പേടിയാ. 10-100 പ്രാവശ്യം മൊബൈലുണ്ടെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ദേഷ്യം വരും, പ്രശ്നമാണ്. ജെർമിയ 42:11 എടുത്ത് വായിക്കണം. നീ പേടിക്കേണ്ട, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒപ്പം ഉണ്ടെന്ന് വെച്ചാൽ അനുഭവം കിട്ടണമെങ്കിൽ നീ അത് വിശ്വാസത്തോടെ സ്വീകരിക്കണം. നമ്മൾ അത് വിശ്വാസത്തോടെ എടുക്കില്ല. അതാണ് അത് നമുക്ക് അനുഭവമായിട്ട് മാറാത്തത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഞാനത് പറഞ്ഞുതരാം. എങ്ങനെയാണ് വചനം വിശ്വസിക്കുക? വചനം വിശ്വസിക്കാനുള്ള കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടോ? വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെന്നുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കണം. അത് വിശ്വസിച്ചത് എങ്ങനെയാണ്? അത് ആരെ കണ്ടായി അമ്മ പഠിക്കേണ്ടത്? അമ്മയെ കണ്ടാ പഠിക്കേണ്ടത്. ലൂക്ക 1:45 വചനം അത് നിറവേറുമെന്ന് വിശ്വസിച്ചാൽ നീ ഭാഗ്യവതി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ വിശ്വസിക്കേണ്ട. അമ്മ വിശ്വസിച്ചതുപോലെ ഇപ്പോൾ അത് നിറവേറുമെന്ന് അങ്ങോട്ട് വിശ്വസിക്കുക. സങ്കടപ്പെടാതിരിക്കുക, നന്ദി പറയുക. വചനം എടുത്ത് അത് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട്, ഞാൻ തനിച്ചില്ല ഈശോയെ, നീ പറഞ്ഞിട്ടുണ്ട് 14:18 യോഹന്നാൻ 14:18 നീ എന്നെ വിട്ട് പോകില്ല, എപ്പോഴും നീ എൻ്റെ കൂടെ ഉണ്ട്. വലിയൊരു പ്രശ്നമാണ്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിലേക്ക് പോകണം. ഇല്ല, വലിയ പ്രശ്നമാണ്, കടബാധ്യതയാണ്, അപമാനം ഉണ്ടാകും, അവമാനിക്കപ്പെടും, ബാങ്കുകാർ വരും. നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് നീ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വസിക്കുക, ദൈവം അവിടെ വാതിക്കൽ നിൽക്കുകയാണ്, നിൻ്റെ മുമ്പിൽ നിൽക്കുകയാണെന്നുള്ളത് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിങ്ങനെ ശീലിക്കണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞ് വചനം അത് ട്രെയിനിങ് എടുക്കണം, പ്രാക്ടീസ് ചെയ്യണം, പരിശീലിക്കണം അത്. അപ്പോൾ ഇത് അമ്മ മാതാവും സക്രിയയ്ക്കും ദൈവം ഒരേ മെസ്സേജാണ് കൊടുത്തത്. നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ ഗർഭവതിയാവുമെന്ന് പറഞ്ഞാൽ മെസ്സേജ് കിട്ടിയത് സക്രിയയ്ക്കും അതാ കിട്ടിയത്. സക്രിയയ്ക്ക് കിട്ടിയത് നിൻ്റെ ഭാര്യ ഗർഭവതിയാവുന്ന. രണ്ടുപേരും. പക്ഷേ എന്തായിരുന്നു വ്യത്യാസം? സക്രിയയും ചോദിച്ച് ഇതെങ്ങനെ സാധിക്കുക, അവൾക്ക് പ്രായമേ ഉള്ളൂ. അമ്മ ചോദിച്ച് ഇതെങ്ങനെ സാധിക്കും. എങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അമ്മയും ഔസേപിതാവും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് വേണമെങ്കിൽ വിശ്വസിക്കായിരുന്നു, ഇത് പറഞ്ഞത് ചിലപ്പോൾ 1-2 കൊല്ലം കഴിഞ്ഞാൽ ഉള്ള കാര്യമാണ് എന്നോട് ദൈവദൂതൻ പറഞ്ഞതെന്ന്. പ്രൈസ് ദി ലോർഡ്. ഗബ്രിയേൽ മാലാഖ പറഞ്ഞതെന്ന്. പക്ഷെ അമ്മ വിശ്വസിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിറവേറി എന്നാണ് വിശ്വസിച്ചത്.
അവിടെ പറയാണ്, ഗബ്രിയേൽ മാലാഖ വഴി ദൈവം പറയാണ് നീ ഗർഭവതിയാവുമെന്ന്. അമ്മ വിശ്വസിച്ച് ഇപ്പം തന്നെ ഞാൻ ഗർഭവതിയായിന്ന്. ഇനി കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിശ്ചയം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ പുരുഷനെ കണ്ടിട്ടില്ലല്ലോ, ഇപ്പം തന്നെ ഞാൻ ഗർഭവതിയായി. അതാണ് വിശ്വാസം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ വചനം വായിക്കുമ്പോൾ തന്നെ, വചനം കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. അവർ പ്രാർത്ഥിച്ചോട്ടെ, കുറച്ച് കാര്യം അവർ പ്രാർത്ഥിക്കട്ടെ. അതിനേക്കാളും വലിയ പ്രാർത്ഥനയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വചനം കേൾക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പലവരിക്കും ഇത് കേൾക്കുമ്പോഴൊക്കെ സുഖമായിരിക്കും, പക്ഷേ ഇതൊക്കെ വിട്ടുപോകും. എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിയോഗം ഓടിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാ പ്രശ്നത്തിൻ്റെ ഉത്തരവായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതൊക്കെ ഭയങ്കര സുഖമാണ്. ഈ വചനത്തോടുള്ള സ്നേഹം എന്ന് പറയണത് ചെറിയ കാര്യമില്ല. അമ്മയും ഇത് തന്നെ, എങ്ങനെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, അവൻ പറയുന്നത് ചെയ്യുക. അവൻ പറയുന്നതൊക്കെയാണ് ഈ വചനം. പ്രൈസ് ദി ലോർഡ്. അത് ആദ്യം വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വചനം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഈശോനെ അറിയുക. ഈശോ ആരാണ്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതുകൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എന്നോട് 20 മിനിറ്റ് 25 മിനിറ്റാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഈശോനെക്കുറിച്ചൊരു അവബോധം ഉണ്ടെങ്കിൽ അതാണ് വിശ്വാസം. ഈശോ ആരാണെന്ന്. ഈശോനെക്കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈശോ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും, ശിഷ്യന്മാരോട് യാത്ര ചെയ്യുമ്പോഴത്തേക്കും, മാർക്ക് 4:38 നോക്കുമ്പോഴത്തേക്കും കൊടുങ്കാറ്റുണ്ടാവും കടലിൽ. ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങിയ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ട് കിടന്നുറങ്ങുക. ശിഷ്യന്മാരെല്ലാം പേടിച്ച് മരിക്കാൻ പോയാണ് ഗുരുവിനെ വിളിക്കുക. ഞമ്മ മരിക്കാൻ പോയാണ്, നീ കിടന്നുറങ്ങിയാണല്ലോ എന്ന്. ഈശോ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് എണിച്ചിട്ട് ഒറ്റ വാക്കി പറയും, കൊടുങ്കാറ്റ് നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഈശോ അതിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിലുള്ള എല്ലാ കൊടുങ്കാറ്റിനും എൻ്റെ ഒരു വാക്ക് മതി. അതാണ് ഞാൻ നിൻ്റെ കയ്യിൽ തന്നിരിക്കുന്നത്. ഒറ്റ വാക്ക് മതി. ആ ആളാണ് ഞാൻ നിന്നോട് കൂടെ ഉണ്ടാകുന്ന വാഗ്ദാനം നിനക്ക് തന്നിരിക്കുന്നത്. വിശ്വസിക്കാത്ത നിൻ്റെ പ്രശ്നമാണ്. നീ വിശ്വസിക്കുക. ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുകയാണ്. നിൻ്റെ എല്ലാ പ്രശ്നത്തിനും എൻ്റെ ഒരു വാക്ക് മതി. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഈ സഹനത്തിൽ കൂടി നടന്നു പോകുന്നത്? സഹനത്തിൽ കൂടി നടന്നു പോകുന്നത് നിൻ്റെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി വലുതായിരിക്കും. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 9-10 ചില കാര്യങ്ങൾ ദൈവം അത് അനുവദിച്ച് തരുന്നതാണ്. ദൈവം കൂടെ നടന്നുകൊണ്ട് അതൊരു കാലത്ത് ദൈവം ഒരു വാക്ക് പറയും, ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങും. പക്ഷേ നിന്നെ കൃപയിൽ വളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ തിരുമനസ് അതാണ്, നമ്മൾ ഓരോരുത്തരും കൃപയിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. ദൈവ ജോലിക്ക് വേണ്ടി വളരണം. ഓരോരുത്തരെയും ദൈവം വളർത്തുന്നത്, നിനക്ക് അനുഗ്രഹം തരുന്നത് നീ ദൈവത്തിൻ്റെ ജോലിക്കാരനായിട്ടോ ജോലിക്കാരിയായിട്ടോ മാറാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ ദാസനുമായിട്ടോ മാറാനാണ്. ദൈവത്തിന് നിന്നെക്കൊണ്ട് ഒരു പദ്ധതിയുണ്ട്, ജോലി ചെയ്യിപ്പിക്കാനാണ്. പ്രൈസ് ദി ലോർഡ്. അതിന് കൃപ തരും. സെൻറ്റ് പോളിന് വയറുവേദന ഉണ്ടായിരുന്നു. എന്തൊക്കെ അങ്ങേരെ 100 കണക്കിന് ആൾക്കാർ, 1000 ആൾക്കാർക്ക് പല രോഗങ്ങളും മാറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങേരുടെ വയറുവേദന മാറിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങേരെ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയും എൻ്റെ കൃപ മാത്രം മതി, അത് അവിടെ നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നിനക്കുള്ള കുറവ് എവിടെയാണോ,
നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള സ്ഥലത്ത് ദൈവ കൃപ നിറയാൻ വേണ്ടിയിട്ട് ആ കുറവ് തന്നിരിക്കുക, ആ സ്പേസ് തന്നിരിക്കുക ദൈവം. പ്രൈസ് ദി ലോർഡ്. നിനക്ക് എന്ത് പ്രശ്നമാണോ ഇന്ന്